പൊട്ടിച്ച റേറ്റ് ആണ്. അതായത് കേരളത്തില് കേരളത്തിലെന്നല്ല, ഡൽഹിയിൽ തന്നെ കിട്ടാത്ത റേറ്റ് ആണ്. നമ്മൾ ഫൈനൽ ആൻഡ് ഫിക്സഡ് പ്രൈസ് ആണ് 6,80,000 രൂപ. 6,80,000 ഫസ്റ്റ് വിളിക്കുന്നവരും ഫസ്റ്റ് വരുന്നവർക്കും വണ്ടി കൈമാറാം. പിന്നെ എന്നെ എന്താന്ന് വെച്ചാൽ കുറെ വീഡിയോയിൽ നമ്മൾ ഈ ഓഫറിൽ വണ്ടി കൊടുക്കും. വണ്ടി വിറ്റ് പോയിട്ടുണ്ടാവില്ല, ആരെങ്കിലും ഗൾഫിൽ നിന്നൊക്കെ ടോക്കൺ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ അവർക്ക് വണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വിളിക്കുന്നവര് നമ്മളെ കമന്റിലൊക്കെ അല്ല, ആരെങ്കിലും ടോക്കൺ തരുകയാണെങ്കിൽ 2 ദിവസം കൊണ്ട് വണ്ടി വന്ന് കാണണം. അതെ, കുറെ സമയം ഹോൾഡ് ഓൾ ഓവർ കേരള ഡെലിവറി അവൈലബിൾ ആണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും. അല്ല, ഞാൻ പറയുന്നത് വെച്ചാല് ഹോൾഡ് ചെയ്ത് വെച്ചാല് കുറെ ആളുകൾ പിന്നെ വിളിക്കുന്ന ആളോട് നിങ്ങൾ പറയും ഇത് ടോക്കൺ അയക്കണമെന്ന്. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ടോക്കൺ ആക്കുന്ന ആളോട് പറയണം. എന്ന് വെച്ചാൽ 2 ദിവസം വെയിറ്റ് ചെയ്യാം. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും പുത്തൻ സ്റ്റോക്കുമായി പ്രിസിഷൻ യൂസ്ഡ് കാറിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് ലാൻഡ് റോവർ, അതുപോലെ തന്നെ ഒരു ആൾട്ടോ കാറിന്റെ പൈസക്ക് BMW വരെ പുതിയ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ചെറുവണ്ടികളാണ് കേട്ടോ. അതായത് സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ ബഡ്ജറ്റുള്ള വാഹനങ്ങളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. ഒരുപാട് വണ്ടികൾ കയറിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം വണ്ടികൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കുറെ വണ്ടികൾ സ്റ്റോക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോ ബ്രോ, ഇവിടുത്തെ ഓണറാണ് മുബഷിർ ഭായ്. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? പിന്നെ എന്തുവാണ് കച്ചവടമൊക്കെ? ഇപ്രാവശ്യം കുറെ വണ്ടികൾ കയറിയിട്ടുണ്ട്. നമ്മളില്ലെങ്കിൽ ഒരു മാസത്തിൽ 2 വീഡിയോ ചെയ്യണം. ഈ മാസം കുറച്ചോ വണ്ടി കയറാൻ വേണ്ടിട്ട് കാത്തുന്നല്ലേ. പിന്നെ ലാൻഡ് റോവർ ഒക്കെ പൊടിച്ചു കൊടുക്കല്ലേ? ലാൻഡ് റോവർ, BM, GT എല്ലാം പൊട്ടിച്ച റേറ്റിൽ കൊടുക്കാം. ഓക്കെ, ഈ പ്രീമിയം വണ്ടി 2 മാത്രമാണ് ഉള്ളത്. ബാക്കിയൊക്കെ ഉള്ളത് ലോ ബഡ്ജറ്റ് വണ്ടികളാണ് കേട്ടോ. ബ്രോ, ഇത് പിന്നെ ഗ്യാരണ്ടി വാറണ്ടി കാര്യങ്ങളൊക്കെ? ചില വണ്ടികൾക്ക് നമ്മൾ വാറണ്ടി ചില വണ്ടികൾക്ക് വാറണ്ടി കൊടുക്കാം. മോഡൽ കൂടിയ വണ്ടികൾ, കുറഞ്ഞ വണ്ടികൾക്ക് ചെക്കിംഗ് വാറണ്ടി കൊടുക്കാം. അപ്പൊ ലൊക്കേഷൻ എങ്ങനെയാണ് പറയണ്ടത്? പാലക്കാട് കോഴിക്കോട് ഹൈവേ, ആര്യമ്പാവ് അല്ലെ? അതെ, മണ്ണാർക്കാട് ആര്യമ്പാവാണ് കേട്ടോ. അപ്പൊ മൂപ്പര നമ്പർ വീഡിയോയിലുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മൂപ്പര വിളിക്കുക. ഓക്കെ, നേരെ വണ്ടിയിലേക്ക് പോലെ വണ്ടി കാണിച്ചു കൊടുക്കാം. ഇവിടെ നിങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഒരു ലാൻഡ് റോവർ. ബ്രോ, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് 2011 ലാൻഡ് റോവറിന്റെ ഫ്രീലാൻഡർ. എത്ര വരെ പേപ്പർ ഉള്ളത്? 37 വരെ പേപ്പറിലാണ്. 15 കൊല്ലത്തെ പേപ്പർ, 37 വരെ. പുതിയ ടാക്സ് ആണ്. ടയർ എല്ലാം ഒരു 80% ആണ്. ഓക്കെ, ഓട്ടോമാറ്റിക് ഡീസൽ, പനോരമിക് സൺറൂഫ് വരുന്ന പനോരമിക് സൺറൂഫ് ഒക്കെ വരുന്നുണ്ടല്ലോ. എല്ലാം ഇനി ഇതിലില്ലാത്ത ഒന്നുമില്ല, എല്ലാം ഉണ്ട്. വണ്ടിക്ക് വേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട്. ഓക്കെ, ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? 1.13 കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഹിസ്റ്ററി ഉണ്ട്, എല്ലാ ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഹിസ്റ്ററി കാണിക്കാൻ പറ്റും? ഹിസ്റ്ററി കാണിക്കാൻ പറ്റും തന്നെ. ഓക്കെ, വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഇത് നമ്പർ ആയ വണ്ടിയല്ലേ? നമ്പർ ആയ വണ്ടിയാണ്. കേരളത്തിൽ നമ്പർ ആയ വണ്ടി. ലെതർമാന്റെ ആണ്. സീറ്റ് അപ്പോൾസ്റ്ററി കംപ്ലീറ്റ്. കേരളത്തിൽ നമ്പർ ആയെങ്കിലും കേരള വണ്ടിനെ വെല്ലുന്ന ഒരു വണ്ടിയല്ലേ? വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി, കണ്ണി ചിമ്മിട്ട് എടുക്കാം 100%. ഓക്കെ, എല്ലാ ഭാഗം ഫിറ്റ്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, പക്ക വണ്ടി. ഓക്കെ, എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ? ഇത് പൊട്ടിച്ച റേറ്റ് ആണ്. അതായത് കേരളത്തിലെന്നല്ല, ഡൽഹിയിൽ തന്നെ കിട്ടാത്ത റേറ്റ് ആണ്. നമ്മൾ ഫൈനൽ ആൻഡ് ഫിക്സഡ് പ്രൈസ് ആണ് 6,80,000 രൂപ. 6,80,000 ഫസ്റ്റ് വിളിക്കുന്നവരും ഫസ്റ്റ് വരുന്നവർക്കും വണ്ടി കൈമാറാം. പിന്നെ എന്നെ എന്താന്ന് വെച്ചാൽ കുറെ വീഡിയോയിൽ നമ്മൾ ഈ ഓഫറിൽ വണ്ടി കൊടുക്കും. വണ്ടി വിറ്റ് പോയിട്ടുണ്ടാവില്ല, ആരെങ്കിലും ഗൾഫിൽ നിന്നൊക്കെ ടോക്കൺ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ അവർക്ക് വണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വിളിക്കുന്നവര് നമ്മളെ കമന്റിലൊക്കെ അല്ല, ആരെങ്കിലും ടോക്കൺ തരുകയാണെങ്കിൽ 2 ദിവസം കൊണ്ട് വണ്ടി വന്ന് കാണണം. അതെ, കുറെ സമയം ഹോൾഡ് ചെയ്ത് ഓൾ ഓവർ കേരള ഡെലിവറി അവൈലബിൾ ആണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും. അല്ല, ഞാൻ പറയുന്നത് വെച്ചാല് ഹോൾഡ് ചെയ്ത് വെച്ചാല് കുറെ ആളുകൾ പിന്നെ വിളിക്കുന്ന ആളോട് നിങ്ങൾ പറയും ഇത് ടോക്കൺ അയക്കണമെന്ന്. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ടോക്കൺ ആക്കുന്ന ആളോട് പറയണം. എന്ന് വെച്ചാൽ 2 ദിവസം വെയിറ്റ് ചെയ്യാം. അപ്പോ 6,80,000 ലോൺ കിട്ടുന്നുണ്ടാവില്ല. റെഡി കായ് കൊണ്ടുവന്നാലും കൊണ്ടുപോകാം. എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാൻ പറ്റുമോ? ചില വണ്ടികൾ നല്ല ക്വാളിറ്റി വണ്ടികളിൽ മാത്രമേ എക്സ്ചേഞ്ച് എടുക്കുള്ളൂ. നല്ല വണ്ടികൾ കൊണ്ടുവന്നാല് പാരിസ്കാരനെ കാണാം, ഒരു സൈഡ് മൊത്തം എക്സ്ചേഞ്ച് എടുത്ത വണ്ടികളാണ്. അതെ, നമ്മളെങ്ങനെ വെച്ചാൽ നല്ല വണ്ടികൾ മാത്രമേ കസ്റ്റമറിന് കൊടുക്കലുള്ളൂ. മറ്റേത് അങ്ങനെ ഒഴിവാക്കലാണ്, സ്ക്രാപ്പിലും അതിലും ഒക്കെ. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വന്ന് നോക്കിക്കോട്ടെ. അതെ, ഓഫർ പ്രൈസിന് ഒരു ഡീലറും തരാത്ത വിലക്ക്
7 സ്പീഡ് GT ഓട്ടോമാറ്റിക് ആണ് നിങ്ങളെ കാണിക്കുന്നത്. വോക്സ്വാഗന്റെ പോളോ. ബ്രോ ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 14-15 പോളോ GT ഓട്ടോമാറ്റിക്. 15 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള. ഓക്കെ. ഓട്ടോ എത്ര ഉണ്ട്? ഓട്ടം 1 lakh സംതിങ് ആണ്. മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. 4 ടയർ ഇപ്പൊ പുതിയത് ഇട്ടു. പുതിയ ഇൻഷുറൻസ് ആണ്. വെൽ മെയിൻറ്റെയിൻ വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. നല്ല രീതിയിൽ കൊണ്ടു നടന്ന ഒരു വാഹനമാണ്. അതെ. ഈ ഒരു പോളോ GT നോക്കുന്ന ഒരാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ഇത് പൊട്ടിച്ച റേറ്റ്. അതായത് പുത്തൻ ടയറൊക്കെ ഉണ്ട്. പിന്നെ ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. ആൻഡ്രോയിഡ് ഒക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? എല്ലാ സെറ്റപ്പും ഉണ്ട്. ഓക്കെ. ഹൈലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. എത്ര ചെയ്യാൻ പറ്റും ബ്രോ? അതിനെ പൊട്ടിച്ച റേറ്റിലാണ് കൊടുക്കുന്നത്. വെറും 4,60,000 രൂപ. 4,60,000. മാക്സിമം ഫുൾ ലോൺ 90% ലോണും. ഓക്കെ. ഒരു 10-20 ഉറുപ്പിക കൊണ്ടുവന്നാൽ ലോൺ ഇറക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടെ. ഇവിടെ ഒരു മിനി SUV വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. അതായത് ഹൂണ്ടായിന്റെ i20 ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു റയർ പീസ്. ഈ സാധനം അങ്ങനെ യാർഡിൽ നിന്ന് കിട്ടലില്ല. ആരെങ്കിലും ഇതിന്റെ ആരെങ്കിലും ക്രേസി ഉള്ളവർ വന്ന് നോക്കിക്കോട്ടോ. ബ്രോ ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? ഇത് പെട്രോളാ ഡീസൽ? പെട്രോൾ ആക്റ്റീവ്. പെട്രോൾ ആണ് കേട്ടോ. ഒരു മൈലേജ് ഒക്കെ എത്ര കിട്ടും? ഇത് 16-17 അത്ര മൈലേജ് കിട്ടൂല. അതെ. വണ്ടി കാണാൻ നല്ല ലുക്ക് ഉണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ ആണ്. എല്ലാ സെറ്റപ്പും ഉണ്ട്. ആൻഡ്രോയിഡ് എല്ലാം ഉണ്ട്. എല്ലാം എല്ലാ സെറ്റപ്പ് ഉള്ള വണ്ടി അല്ല. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 110 മോഡൽ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. 15-16 രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടി. പിന്നെ റീപ്ലേസ് ഒന്നുമില്ല അല്ല. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ആണല്ലേ? വേറെ തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടി അല്ലേ? മെയിൻറ്റെയിൻ ചെയ്തു. ബ്രോ ഇത് എത്രക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്കൊരു 390 ചെയ്ത് കൊടുക്കാൻ പറ്റും. 390 കൊടുക്കാൻ പറ്റും. എത്ര മോഡല്? 16 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വണ്ടി. അതും മാക്സിമം ലോണും ചെയ്യാം. ലോൺ ഒരു 3.5 ലക്ഷം വരെ ലോണും ചെയ്യാം. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഒരു ഹോണ്ടന്റെ ഡീസൽ അല്ലേ ഇത്? അതെ, ഡീസൽ അമേസ്. 25 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഒരു അമേസ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ചെറിയ ബഡ്ജറ്റിൽ കൊടുക്കല. അതെ അതെ. ബ്രോ ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2014 സിംഗിൾ ഓണർഷിപ്പ്. ഒരേ ഒരു ഓണർ. 14 വണ്ടി. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട്? ഇത് കറക്റ്റ് 2 ലക്ഷം കിലോമീറ്റർ. കമ്പനി സർവീസ് ഉണ്ട്. ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. അലോയ് വീൽ ഉണ്ടാവും. എല്ലാം വരുന്നത്. എയർ ബാഗ്, അലോയ് എല്ലാം ഉണ്ടല്ലേ? ഓട്ടം വൈഡാണെങ്കിലും സർവീസ് ആണ്. പക്ക വണ്ടിയാണ്. ഹിസ്റ്ററി ഒക്കെ ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. ഓക്കെ. ഇത് കേരള വണ്ടി അല്ലേ? ഒറിജിനൽ കേരള വണ്ടി. എത്രക്ക് ചെയ്യാൻ പറ്റും? 3.10 ചെയ്യാം. 3.10 ലോൺ ഇട്ട് കൊടുക്കാം. 3.10 ചെയ്യാം. 3.10 ലോൺ കൊടുക്കാം. 2014 വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല. ഇടികുത്തൊന്നുമില്ല. നല്ല നീറ്റ് വണ്ടി. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കി. ഡീസലില് 20 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. അതും ഒരു സെഡാൻ ടൈപ്പ് കേട്ടോ. വോക്സ്വാഗന്റെ വെന്റോ ആണ് കാണിക്കുന്നത്. ബ്രോ എങ്ങനെയായിരുന്നു ഇത്? ഇത് 2012 സിംഗിൾ ഓണർഷിപ്പ് വെന്റോ ഹൈലൈൻ ആണല്ലോ. ഓപ്ഷൻ ഫുൾ അല്ലേ? ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ. ഓട്ടോ ഒക്കെ എത്ര ഉണ്ട്? ഓട്ടം 160 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. പക്ക മെയിൻറ്റെയിനിങ് ആണ്. നല്ല തട്ടുമുട്ട് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടി. ഓക്കെ. എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ? വെറും 2.5 ലക്ഷം രൂപ കൊടുക്കും. 2.5 ലക്ഷം രൂപ കൊടുക്കാം. വെൽ മെയിൻറ്റെയിൻ ആണ് വണ്ടി. നല്ല ക്വാളിറ്റി വണ്ടി അല്ല? ഒന്ന് നോക്കാനല്ല, ചിമ്മിട്ട് എടുക്കാം. 100%. ലോണൊക്കെ എത്ര കിട്ടും? ലോൺ ഒരു 2 ലക്ഷം വരെ കിട്ടും. പക്ഷെ ഒരു വർഷത്തിനേ കിട്ടുള്ളൂ. അതെ, 2 ലക്ഷം കിട്ടും. ഒരു കൊല്ലത്തിനെ കിട്ടുള്ളൂ. ഓക്കെ. മാരുതിന്റെ സിയാദ് ആണ്. ഇതെങ്ങനെയാണ് ബ്രോ? ഇത് 2016 വണ്ടി. 16 വണ്ടി. ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് പെട്രോൾ അല്ലേ ഇത്? അല്ല, ഡീസൽ ഹൈബ്രിഡ്. 16 വണ്ടി. ഓക്കെ. ഓട്ടോ എത്ര ഉണ്ട്? ഇത് ഓട്ടം കറക്റ്റ് 1.5 ലക്ഷം കിലോമീറ്റർ. 1.5 ലക്ഷം ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് വണ്ടി. അതെ, പക്ക വെൽ മെയിൻറ്റൈൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഫുൾ ഓപ്ഷന് മിഡിൽ VDI പ്ലസ് അല്ലേ? ഓക്കെ. എത്രക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു 5.25 ലക്ഷം രൂപ ചെയ്യാം. 5.25 ചെയ്യാം. അതും 2016 ഡീസൽ ഹൈബ്രിഡ് വണ്ടി. മൈലേജ് നല്ല മൈലേജ് കിട്ടും. 23-24 കിലോമീറ്റർ എന്തായാലും കിട്ടും. മൈലേജ് വരും അല്ലേ? ഓക്കെ. ലോൺ എത്ര കിട്ടും? ഇത് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കും. പൈസ വേണ്ട. അതെ. ഒരു നയ പൈസ ഇല്ലാതെ ഫുള്ളി ലോണിൽ ഇറക്കാൻ പറ്റിയൊരു വണ്ടി. അതെ. സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് BMW X1 ആണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2011 കേരള വണ്ടി. ഒറിജിനൽ കേരള. 2011 വണ്ടി. ഓക്കെ. വണ്ടി നീറ്റ്ലി മെയിൻറ്റെയിൻ ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. നല്ല വെറും 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടം ജെനുവിൻ ആണ്. ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ. നല്ല തീ പോലത്തെ വണ്ടിയല്ല? ബ്ലാക്ക്, കരീബിയൻ ബ്ലാക്ക്.
ഓക്കെ. വണ്ടി വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങള് ക്ലൈം കാര്യങ്ങൾ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ല, നല്ല നീറ്റ് വണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. ഇത് ഓപ്ഷൻ പിന്നെ മിഡില ഫുൾ മിഡിൽ ഓപ്ഷൻ അല്ല. എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ? ഇത് നമ്മൾ പൊട്ടിച്ച റേറ്റ് തന്നെ കൊടുക്കുന്നത് ഫിക്സഡ് പ്രൈസ് ആണ്, വെറും 4,90,000 രൂപ. ഫിക്സഡ് പ്രൈസ് 490 കേട്ടോ. ആൾ ഓവർ കേരള ഡെലിവറി. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. നല്ല ഖിദ്മത്തിന്റെ ഒരു പെട്ടി പീസ് സ്വിഫ്റ്റ് കാറാണ്, ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ നിങ്ങൾ കാണിക്കുന്നത്. ബ്രോ ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2019 ആണ്. 19 വണ്ടി. അതെ. ZXi പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നത്. ZXi പ്ലസ് പുഷ് ബട്ടൺ ഒക്കെ വരുന്ന വണ്ടി. ഓക്കെ. ഏറ്റവും ടോപ്പല്ല. പിന്നെ ബാക്ക് വൈപ്പർ എല്ലാ സെറ്റപ്പും വരുന്ന ഒരു വണ്ടി. 70,000 കിലോമീറ്റർ ഓട്ടം. 70,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി അല്ല. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ്. ഒരേ ഒരു ഓണർ. ഒരു ടെൻഷനും വേണ്ട, കണ്ണി ചിമ്മിക്കെടുക്കാം. എത്ര ആസ്കിനെ? ഇത് നമുക്കൊരു ഫൈനൽ ഫിക്സഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 580 കൊടുക്കാം. 580 കൊടുക്കാം. ഒരു പുതിയൊരു ഓട്ടോമാറ്റിക് വണ്ടി എടുക്കണമെങ്കിൽ 8 മേലെ കൊടുക്കണം. 9 റുപ്യ അല്ല. ZXi പ്ലസിന് ഇത് 9 റുപ്യ കൊടുക്കേണ്ടി വരും. ഇത് ZXi പ്ലസ് ആണല്ലോ. ഓക്കെ. ഏറ്റവും ടോപ്പാണ്. മാക്സിമം എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഫുൾ ലോൺ ചെയ്ത് ഫുൾ ലോൺ. പൈസ വേണ്ട അല്ല, ആവശ്യക്കാർ വന്ന് നോക്കിക്കോ. ഖിദ്മത്തിന്റെ ഒരു പെട്ടി പീസ് ടാറ്റന്റെ നെക്സോൺ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 18-19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ. ഒരേ ഒരു ഓണർ. ഏത് ഓപ്ഷൻ? സർവീസ് XM മിഡിൽ വേരിയന്റ്. മിഡിലാണ്. 4 ടയർ ഇപ്പൊ മാറ്റി, റീപ്ലേസ്മെന്റ് ഇല്ല, ഫുള്ളി കമ്പനി സർവീസ്. മേജർ സർവീസ് ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എല്ലാ സെറ്റപ്പ് ഉള്ള വണ്ടിയല്ല. പിന്നെ വേറെ ഇനിയിപ്പോ എടുക്കുന്ന ആൾക്ക് പണിയൊന്നും ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് തട്ടുമുട്ട് ഇടി കുത്ത് ഒന്നുമില്ല. അതെ, നീറ്റ് വണ്ടി. ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ഓണർ. അതുപോലെ തന്നെ ഓട്ടോ എത്ര നിങ്ങൾ പറയണ? ഇല്ല, 1 ലക്ഷം കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി അല്ല. ഓക്കെ. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. എത്ര ചെയ്യാൻ പറ്റും? ഫിക്സഡ് പ്രൈസ് ഫസ്റ്റ് റേറ്റ് 460 കൊടുക്കാം. 460 ലോൺ ഇട്ടു. 460 കൊടുക്കാം. 460 ലോൺ ഇട്ടു. ഒരു പൈസ വേണ്ടട്ടാ. ഡീസലില് 20 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി, സ്കൂട്ടർ എടുക്കുന്ന പൈസ മതി കേട്ടോ. ഫോർഡിന്റെ ഫിഗോ ആണ് കാണിക്കുന്നത്. ബ്രോ എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2013-14 രജിസ്ട്രേഷൻ. 14 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഓണർഷിപ്പ് ആണ്. ഡീസലാണ്. ഡീസൽ വണ്ടിയാണ്. അതെ. ഓക്കെ. വണ്ടി എന്തെങ്കിലും തട്ടുമുട്ട് മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ് ആണ് അല്ലെ? എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ? 120 ചെയ്യാം. 120 ചെയ്യാം. ഇത് ലോണും കിട്ടൂലേ? ലോൺ കിട്ടൂല. ഓക്കെ. വേറെ വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. 120 ലാസ്റ്റ് ചെയ്യാം. 4 ടയറും പുതിയതാണ്. 4 കണുപുത്തൻ ടയറാണ്. അതെ. ഓക്കെ. ഓപ്ഷൻ AC പവർ സ്റ്റിയറിംഗ് എന്തൊക്കെ വരുന്നത്? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. 2 ഡോർ പവർ വിൻഡോ വരും അല്ലേ? ഓക്കെ. ഒരു നോർമൽ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടിയാണ് കാണിക്കുന്നത്. മാരുതിന്റെ ആൾട്ടോ കേട്ടൺ. എങ്ങനെയാണ് ബ്രോ ഇത്? ഇത് 2014-15 രജിസ്ട്രേഷൻ. ഓട്ടോമാറ്റിക് കേട്ടൺ ആണ്. ഓക്കെ. ഓട്ടോമാറ്റിക് ആണ്, കേട്ടൺ ആണ്. എത്ര ഓടിയിട്ടുണ്ട് ബ്രോ? ഇത് കറക്റ്റ് 1 lakh ആണ്. 1 lakh ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ഒക്കെ ഉണ്ട്. സിംഗിൾ ഓണർ. ഒരേ ഒരു ഓണർ. ടെൻഷൻ വേണ്ട. വേറെ തട്ടുമുട്ട് ഇടി കുത്ത് ഒന്നുമില്ല. ആക്സിഡന്റ് ഒന്നുമില്ല. എത്ര ചെയ്യാൻ പറ്റും ബ്രോ? ഇത് ഫൈനൽ നമുക്ക് 2.5 ചെയ്യാം. ഓക്കെ. എത്ര ലോൺ കിട്ടും? 2ന്റെ മുകളിൽ ലോൺ കിട്ടും. ഒരു 10-30-40 റുപ്യ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ചെറിയൊരു ബഡ്ജറ്റില് മാരുതി കാറ് AC ഉള്ള വണ്ടിയാണ്. ബ്രോ എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2002-2003 രജിസ്റ്റർ ഉണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ. MPFA AC ആണ്. MPFA എഞ്ചിനിൽ വരുന്ന ഒരു വണ്ടി അല്ല? AC ആണ്. ഓക്കെ. വണ്ടി മെക്കാനിക് എന്തുവാ? ഫിറ്റ് ആണ്. എക്സ്ചേഞ്ച് വന്നതാണ്. നമ്മളൊരു 47 റുപ്യക്ക് കൊടുക്കാം. 47 റുപ്യക്ക് കൊടുക്കാം. പേര് മാറ്റിലും GST അടക്കം. വണ്ടി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ. വണ്ടി 4 ടയർ പുത്തനാണ്. ഇപ്പൊ എടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടോ? ഒന്നും ചെയ്യാനില്ലതാ. ഓക്കെ. 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഹോണ്ട സിറ്റി ആണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. അതും ഒറിജിനൽ കേരള വണ്ടി. ബ്രോ ഇത് എങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2014 വണ്ടി ലാസ്റ്റ് വണ്ടിയാണ്. ഓക്കെ. ഡീസൽ ആണ്. SP വേരിയന്റ്. മാനുവൽ വണ്ടി അല്ലേ? മാനുവൽ. സൺറൂഫ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇത് ഓപ്ഷൻ മിഡിലാണ്. മിഡിൽ ഓപ്ഷൻ. സൺറൂഫ് ഇല്ലാത്ത ബാക്കി എല്ലാം ഉണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ, AC, ടിൽറ്റ് സ്റ്റിയറിംഗ് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഓക്കെ. അലോയ്സ് ഒക്കെ ഉണ്ട്. അലോയ്സ് ഉണ്ട്. പുത്തൻ 4 ടയർ. 4 കടുപ്പുത്തൻ ടയർ ഉണ്ട്. വേറെ പ്രശ്നങ്ങൾ വണ്ടിമേ തട്ടുമുട്ട് ഇടി കുത്ത് ഒന്നുമില്ല. എത്ര ഓട്ടം ഉള്ളത്? ഇത് കറക്റ്റ് 1.5 ഓടിയിട്ടുണ്ടല്ലോ. സർവീസ് ആണ്. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. കറക്റ്റ് കമ്പനി സർവീസ്. അല്ല, ഹോണ്ടന്റെ വണ്ടി കിലോമീറ്റർ വലിയ സീനില്ല. കാരണം എത്ര വേണം ഓടും. ഈ ബെൽറ്റ് മാറ്റേണ്ട കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും വരുന്നില്ല. ഇത് എങ്ങനെയാണ് റേറ്റ്?
ഇത് 5.5 ലക്ഷം രൂപ കൊടുക്കും. 5.25 കൊടുക്കുക. ലോൺ എത്ര കിട്ടും? ഇത് ആൾമോസ്റ്റ് ഒരു 4 ലക്ഷം ലോണും കിട്ടും. എത്ര? 4.5 ലക്ഷം ലോണും കിട്ടും അല്ലേ? അപ്പൊ ആവശ്യക്കാർ വന്ന് നോക്കിക്കോട്ടോ. നല്ല കിതുമത്തിന്റെ ഒരു പെട്ടി പീസ് ന്യൂ ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു വാഗണർ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ എങ്ങനെയായിരുന്നു ഇത് മോഡല്? ഇത് 2023 വണ്ടി. 23 അല്ല? 23 12ാം മാസം വണ്ടി. 24 അടുപ്പിച്ചിട്ട്. അതെ. ഓക്കെ. സിംഗിൾ ഓണർ, ഒരേ ഒരു ഓണർ. എത്ര ഓടിയിട്ടുണ്ട്? കമ്പനി സർവീസ് 70,000 കിലോമീറ്റർ. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ട് അല്ലേ? വണ്ടി വേറെ പ്രശ്നങ്ങൾ? ഇത് ഓപ്ഷൻ വരുന്ന ഏതാ? VXI AC പവർ സ്റ്റിയറിംഗ് 400 പവർ വിൻഡ് ഒക്കെ വരുന്ന വണ്ടി. വേറെ തട്ടുമുട്ടിടി ഒന്നുമില്ല? ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല? 4 ടയർ പുത്തന. എത്ര ചെയ്യാൻ പറ്റും? ഫൈനൽ പ്രൈസ് ഫിക്സഡ് പ്രൈസ് 490. 490 ഒരേ ഒരു വില, ഒറ്റ വില. മാക്സിമം ലോൺ ഒക്കെ 480 വരെ ലോൺ ചെയ്യാം. ഒരു 10-15 രൂപ ഉണ്ടെങ്കിൽ മതിയല്ലേ? ഓക്കെ. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കി. ചെറിയൊരു ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഡാറ്റ്സന്റെ റെഡിഗോ. ബ്രോ എങ്ങനെയാണ് മോഡല്? ഇത് 2018 മോഡൽ. 18 വണ്ടി. ഓക്കെ. ഓണർ, ഒരേ ഒരു ഓണർ. ഓട്ടോമാറ്റിക്. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് കറക്റ്റ് 60,000 കിലോമീറ്റർ. ഓട്ടം കുറവാണ്. വില റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല, നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി. ഓക്കെ. നല്ല പെട്ടി പീസ് അല്ല? പെട്ടി പീസ് വണ്ടി. എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ ഇത്? ഫൈനൽ റേറ്റ് ആണ്, ഫിക്സഡ് പ്രൈസ് ആണ്. 2.5 ലക്ഷം രൂപയ്ക്ക് ചെയ്യും. 2.5 ലക്ഷം രൂപ കൊടുക്കാം. മാക്സിമം ഫുള്ളി ലോൺ. ഒരു പൈസ വേണ്ടല്ലോ. ഓക്കെ. എത്ര മോഡലായിരുന്നു പറഞ്ഞത്? 18 വണ്ടി അല്ല? 2018 വണ്ടി. ഓക്കെ. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ ഒരു ഹോണ്ടന്റെ ബ്രിയോ ഒരു റയർ പീസ്. ഇതെങ്ങനെയായിരുന്നു? ഇത് 2014 വണ്ടിയാണ്. ഓക്കെ. ഇത് 2014 ലാസ്റ്റ് ആണ്. വണ്ടി നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. മാനുവൽ അല്ലേ വണ്ടി? മാനുവൽ ആണ്. ബ്രിയോ AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡ് ഒക്കെ വരുമല്ലോ. ബേസ് വേരിയന്റ് ആണ്. തട്ടുമുട്ട് ഇടി ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഓട്ടം എത്രയുണ്ട്? ഇത് കറക്റ്റ് 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ? വേറെ റീപ്ലേസ് ഇല്ല? ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഇത് നമുക്കൊരു ഫിക്സഡ് പ്രൈസ് ആണ്. 2,90,000 രൂപ. 2.90 കൊടുക്കാം. 2.5 ലക്ഷം ലോൺ കൊടുക്കും. 2.5 ലോണും കൊടുക്കാം. 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഗണർ CNG വിത്ത് പെട്രോൾ ആണ്. ബ്രോ ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2015 വണ്ടി. 15 ഒറിജിനൽ കേരള വണ്ടി അല്ലേ? കേരള സിംഗിൾ ഓണർ. ഒരേ ഒരു ഓണർ. ഓക്കെ. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് 30 കിലോമീറ്ററോളം മൈലേജ് കിട്ടും. 30ഓളം കിട്ടൂല? അതെ. CNG ആണ്. വേറെ വണ്ടി വേറെ ഇടിയും കുത്തൊന്നുമില്ല? ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല? നീറ്റ് വണ്ടിയല്ല? അതെ. ഓട്ടോക്ക് എത്ര ഉണ്ടാവും? ഇത് 80,000 കിലോമീറ്റർ. 80,000 കമ്പനി ഹിസ്റ്ററി. LXI ആണ് ഓപ്ഷൻ. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡ്. എത്രക്ക് ചെയ്യാൻ പറ്റും? 3.20 ചെയ്യാം. 3.20 ചെയ്യാം. 2.25 വരെ ലോൺ ഇട്ട് കൊടുക്കും. 2.25 ലോണും കിട്ടും. 15 വണ്ടിയാണ്. അതെ. ആവശ്യക്കാർ വിളിച്ചോട്ടെ.